ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിശുദ്ധ കുർബാന വിമോചന പ്രാർത്ഥനാ ശുശ്രൂഷയുടെ 25-ാമത്തെ ദിവസത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ വലുതാണ്. നമുക്കിങ്ങനെ ചിട്ടയായി ഒരുക്കത്തോടെ പ്രാർത്ഥിച്ച് വചനം കേട്ട് അതിൻ്റെ ഒടുവിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും സ്വീകരിച്ച് പിന്നെ നമ്മൾ ഓരോ ദിവസവും നടത്തുന്ന പ്രാർത്ഥനകളിലൂടെ കൂടുതൽ പരിഹാരം ചെയ്ത് ദൈവകൃപകൾ സമ്പാദിച്ച് പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒക്കെ വലിയ ഒരു ദൈവകൃപയിലേക്ക് നടന്നെടുക്കാൻ ദൈവം തന്ന ഈ ആത്മീയ പ്രേരണകൾക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തകളിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ആത്മീയ ചിന്തകൾക്ക് ആധാരമായി എടുക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായമാണ്. യോഹന്നാൻ 6-ാം അധ്യായം ദിവ്യകാരുണ്യത്തിൻ്റെ ഏറ്റവും ക്ലാസിക്കലായ ഒരു ടെക്സ്റ്റാണ്. പല സന്ദർഭങ്ങളിൽ പലരും അത് വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും നമുക്ക് പരിചയമുണ്ട്. ഞാൻ തന്നെ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. നമുക്കിന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് എടുക്കാവുന്ന ഏറ്റവും നല്ല ടെക്സ്റ്റ് അതായതുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്കതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തെ നമുക്ക് 5 ഭാഗങ്ങളായി തിരിക്കാം. അതിൻ്റെ 1-ാമത്തെ ഭാഗം യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ്. അതിൻ്റെ ആദ്യ ഭാഗം. 2-ാമത്തെ ഭാഗം യേശു വെള്ളത്തിന് മീതെ നടക്കുന്ന അത്ഭുതമാണ്. 3-ാമത്തേത് യേശുവിൻ്റെ ആ പ്രസിദ്ധമായ അവകാശവാദം എന്താണ്? ഞാനാണ് ജീവൻ്റെ അപ്പം. ജീവൻ്റെ അപ്പമായ എന്നെ ഭക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും, എന്നെ ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന നിത്യജീവൻ്റെ അപ്പം ഞാനാണ് ഈ പ്രസിദ്ധമായ യേശുവിൻ്റെ ക്ലെയിം. ഇതിൻ്റെ 4-ാം ഭാഗം ഈ ക്രിസ്തുവിൻ്റെ തന്നെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കേൾക്കുന്ന ജനത്തിൻ്റെ പ്രതികരണം. 5-ാം ഭാഗം ജനം വളരെ നിഷേധാത്മകമായി നെഗറ്റീവായി പ്രതികരിക്കുമ്പോൾ യേശു അവിടെ എടുക്കുന്ന നിലപാട്. ഇങ്ങനെ 5 ഭാഗങ്ങളായി നമുക്ക് യോഹന്നാൻ 6-നെ കാണാൻ പറ്റും. ഞാൻ ഓരോ ഭാഗത്തെക്കുറിച്ചും അല്പാൽപമായി വിശദീകരിച്ച് ഈ ഒരു ആശയത്തിൻ്റെ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. 1-ാമത്തേത് യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ്. എന്താണ് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിൻ്റെ അർത്ഥം? അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ നടന്നത് എന്താണെന്ന് നോക്കിയാൽ മതി. 5 അപ്പം യേശുവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു. അവിടുന്ന് അതെടുത്ത് സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് കൃതജ്ഞതാ സ്തോത്രം പറഞ്ഞ് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. 5 അപ്പത്തിൻ്റെ മീതെ 5 കാര്യങ്ങൾ യേശു ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ അപ്പം വർദ്ധിപ്പിക്കുന്നു. യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുന്ന അപ്പം മൾട്ടിപ്ലൈ ചെയ്യുന്നു, പെരുകുന്നു, വർദ്ധിക്കുന്നു. എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മളുണ്ടാക്കുന്ന ഒരപ്പം വെച്ചു കൊടുത്താൽ യേശുവിന് ആ അപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയും. അതാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിൻ്റെ പൊരുൾ, അതിൻ്റെ ഉള്ളർത്ഥം. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് അപ്പം എടുത്തു വെച്ച് കൊടുത്താൽ ക്രിസ്തുവിന് അതിൽ അപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയും. അതുകൊണ്ടാണ് 5 അപ്പം 5000-ആയി പെരുകിയത്. അപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ദൈവപുത്രൻ. ഇതാണ് 1-ാം ഭാഗം. ഞാൻ ഇനി 2-ാം ഭാഗത്തിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ 2-ാം ഭാഗം യേശു വെള്ളത്തിന് മീതെ നടക്കുന്നതാണ്. യേശു കടലിൻ്റെ മീതെ നടന്ന് ശക്തിയേറിയ കാറ്റടിച്ച് കടൽ ക്ഷോഭിച്ചിരുന്ന ആ സമയത്ത് അവൻ നടന്ന് വള്ളത്തെ സമീപിച്ചു. എന്നിട്ട് യേശു പറയുന്നത് ഞാനാണ്, ഭയപ്പെടേണ്ട എന്നാണ്. ഞാനാണ്, ഏഗോ എയ്മി, ഐ ആം. യഹോവ പഴയ നിയമത്തിൽ ദൈവം പറയുന്ന വാക്യമാണത്. ഞാൻ ദൈവമാണെന്നാണ്. അപ്പോൾ വെള്ളത്തിന് മീതെ നടക്കുന്നു. എന്താണ് ആ അത്ഭുതം വഴി നമ്മൾ അറിയണമെന്ന് യേശു ആഗ്രഹിക്കുന്നത്? ഈശോ നമ്മളോട് പറയുകയാണ്, എനിക്ക് അപ്പത്തിൽ മാത്രമല്ല മാറ്റം വരുത്താൻ കഴിവുള്ളത്,
എനിക്കെൻ്റെ ശരീരത്തിലും മാറ്റം വരുത്താൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു മനുഷ്യൻ വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ ശ്രമിച്ചാൽ പ്രപഞ്ച നിയമം അനുസരിച്ച് ആ മനുഷ്യൻ വെള്ളത്തിൽ താണുപോകും. ഒരു ഇരുമ്പ് വെള്ളത്തിലിട്ടാൽ താണുപോകും. എന്നാൽ ഇരുമ്പ് വെള്ളത്തിൽ താഴുമെങ്കിലും ഇരുമ്പ് കപ്പൽ താഴില്ല. താഴാത്തതിൻ്റെ കാരണം എന്താണ്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പരുവപ്പെട്ടൊരവസ്ഥയിൽ ആ ഇരുമ്പിൽ രൂപഭേദം വരുത്തിയപ്പോഴാണ് അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഒരു വസ്തു, ഭാരമുള്ളൊരു വസ്തു, വെള്ളത്തിൽ താണുപോകുന്നൊരു വസ്തു താണുപോകാതിരിക്കണമെങ്കിൽ അതിന് ഒരു ശാരീരിക വ്യതിയാനം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വിധത്തിൽ വരുത്തേണ്ടതുണ്ട്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഇവിടെ വെള്ളമാണോ മാറിയത്, യേശുവാണോ മാറിയത്? വെള്ളത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല. കാരണം അതേ വെള്ളത്തിൽ പത്രോസ് മുങ്ങിപ്പോകുന്നത് നമ്മൾ മറ്റ് സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളത്തിനല്ല മാറ്റം വന്നത്, യേശുവിനാണ് മാറ്റം വന്നത്. അപ്പോൾ ഈ വെള്ളത്തിന് മീതെ നടക്കുന്ന സംഭവത്തിലൂടെ യേശു പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് അപ്പത്തിൽ മാത്രമല്ല മാറ്റം വരുത്താൻ കഴിയുന്നത്, എനിക്ക് എൻ്റെ ശരീരത്തെ മാറ്റാൻ പറ്റും. എൻ്റെ ശരീരത്തിൻ്റെ ഭാരം ഇല്ലാതാക്കാൻ, അങ്ങനെ വെള്ളത്തിന് മീതെ നടക്കുമ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നടക്കാൻ എനിക്ക് എൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്താൻ പറ്റും. അതാണ് രണ്ടാമത്തെ ഭാഗം. തനിക്ക് അപ്പത്തിലും തൻ്റെ ശരീരത്തിലും മാറ്റം വരുത്താൻ കഴിയുമെന്ന് പറയുകയല്ല, തെളിയിച്ച് കാണിച്ചിട്ടാണ് യേശു തുടർന്ന് പറയുന്നത്, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. നിങ്ങൾ എന്നെ ഭക്ഷിക്കുകയും എന്നെ പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം. അപ്പോസ്തലന്മാരാരും തന്നെ ഇത് സംശയിക്കുന്നില്ല. കാരണം എന്താണ്? അവരുടെ മുമ്പിൽ യേശു തെളിയിച്ചു കഴിഞ്ഞു. എന്ത്? തനിക്ക് അപ്പത്തിലും ശരീരത്തിലും മാറ്റം വരുത്താൻ കഴിയും എന്ന്. ഈ യേശുവിൻ്റെ പ്രഖ്യാപനം കേൾക്കുമ്പോൾ, നാലാം ഭാഗം, കേൾവിക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചത്? വാക്യം 60, ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു. അവനെ കേൾക്കാൻ കൂടിയ, അവനെ അനുഗമിച്ചിരുന്ന, അവനോട് ഇഷ്ടമുണ്ടായിരുന്ന ആളുകളാണ് ഈ ശിഷ്യന്മാരെന്ന് പറയുന്നത്. അപ്പസ്തോലന്മാരല്ല, ബാക്കിയുള്ള ശിഷ്യന്മാർ പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു. അപ്പോൾ ആദ്യത്തെ പ്രതികരണം അതാണ്. അവരാദ്യം പിറുപിറുത്തു, ഇത് കഠിനമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വാക്യം 66 പറയുകയാണ്, ഈശോ അത് വിശദീകരിച്ച് കഴിയുമ്പോൾ 66 വാക്യം എത്തുമ്പോൾ, അവരിൽ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. അപ്പോൾ എന്താണ് കേൾവിക്കാരുടെ പ്രതികരണം? ഒന്ന്, അവർ ആദ്യം ഇരുന്ന് പിറുപിറുത്തു, ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് അവരിറങ്ങിപ്പോയി, യേശുവിൻ്റെ കൂടെ പിന്നെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ഗുഡ് ബൈ പറഞ്ഞു പോയി. ഇനി ഒരിക്കലും യേശുവിൻ്റെ കൂടെ നടക്കില്ല എന്നവർ തീരുമാനിച്ചു. എന്നേക്കുമായിട്ട് യേശുവിനെ അവർ വിട്ടു, യാത്ര പറഞ്ഞു പോയി. നിങ്ങൾ നോക്ക്, എത്ര ഗൗരവതരമായ ഒരു കാര്യമാണ് യേശുവിന് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രതികരണം. ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നവർ പെട്ടെന്ന് യേശുവിൻ്റെ കൂടെ നിന്ന് വിട്ടുപോവുകയാണ്. സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, കാലാകാലങ്ങളിൽ അനേകം പേര് തിരുസഭാ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അനേകം ആളുകൾ. അതിലനേകം പേര് വിട്ടുപോയത് യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കണം, രക്തം പാനം ചെയ്യണം, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, കുർബാന യേശുവിൻ്റെ ശരീരരക്തങ്ങളാണ്. ഈ പ്രബോധനം മനസ്സിലാകാത്തതിൻ്റെ പേരിൽ സഭ വിട്ടുപോയ കോടിക്കണക്കിന് ആളുകളുണ്ട്. സഭയിലെ ആദ്യത്തെ വിഭജനം തുടങ്ങുന്നത് സത്യത്തിൽ യോഹന്നാൻ 6:66 6:66. നിങ്ങൾ ശ്രദ്ധിച്ചോ? 666 എതിർ ക്രിസ്തുവാണ്. അതായത് ക്രിസ്തുവിനെതിരാവുകയാണ്. എന്തിൻ്റെ പേരിൽ? കുർബാന ഭക്ഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. അപ്പോൾ ഇത്
വളരെ ഷോക്കിംഗ് ആയ ഒരു മൊമെൻ്റാണ്. അങ്ങനെ അനേകം പേര് അവനെ വിട്ടുപോയി യേശുവിൻ്റെ മുമ്പിൽ നിന്ന്. അതാണ് ഇതിൻ്റെ 4-ാം ഭാഗം. ഇനി ഇതിൻ്റെ അവസാന ഭാഗം, ഒത്തിരി മനുഷ്യർ യേശുവിൻ്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ എന്താണ് യേശുവിൻ്റെ പ്രതികരണം? നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം പരിചയമുണ്ട്. നമുക്ക് യേശുവിനെ പരിചയമുള്ളത് എങ്ങനെയാണ്? യേശു ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡായ ഒരാളാണ്. അതായത് ആരെങ്കിലും ഒരാൾ ക്രിസ്തുവിന് എതിരായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാട് ഇറങ്ങിപ്പോകുമ്പോൾ, ഒരു മനുഷ്യൻ പാപം ചെയ്ത് അകന്നു പോകുമ്പോൾ അവൻ്റെ പിന്നാലെ ഏതറ്റം വരെയും പോകുന്ന അത്രയും ഹൃദയാലുവും കാരുണ്യവാനും ആർദ്ര ഹൃദയനും വിശാല മനസ്കനുമായ യേശു കൂട്ടം കൂട്ടമായി തൻ്റെ പക്കൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് പോകുന്നത് കാണുമ്പോൾ സത്യത്തിൽ അവരുടെ പിന്നാലെ പോകേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ്. വേണമെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ലളിതമായി പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പിൻവലിക്കാം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ് യേശുവിൻ്റെ. കാരണം മനുഷ്യനോട് അവൻ അത്രയും അലിവും കരുണയുമുണ്ട്. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൽ നിന്ന് ഇന്ന് വരെ നമ്മൾ കാണാത്ത ഒരു റെസ്പോൺസാണ് ഇവിടെ വരുന്നത്. അവൻ കൂടെ നിന്ന അപ്പസ്തോലന്മാരുടെ മുഖത്ത് നോക്കി അവരോട് ചോദിക്കുകയാണ്, നിങ്ങളും വേണമെങ്കിൽ പൊക്കൊള്ളുക. ഷോക്കിംഗ് ആണിത്. എന്താ കാര്യം? ക്രിസ്തു പറയുകയാണ്, ഈ അടിസ്ഥാന വിശ്വാസം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. അതായത് എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം, വിശുദ്ധ കുർബാന ഭക്ഷിക്കണം, യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകണമെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി ഈ വിശ്വാസത്തിൽ തുടർന്നിട്ട് കാര്യമില്ല. അത്രയും സ്ട്രോങ്ങും ബോൾഡുമായി യേശു പ്രതികരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനോ നിങ്ങളോ കർത്താവിൻ്റെ കൂടാരത്തിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞിറങ്ങിപ്പോയാലും ക്രിസ്തു ഈ പ്രബോധനത്തിൽ മാറ്റം വരുത്തില്ല എന്നാണ് ബൈബിൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ദിവ്യകാരുണ്യം എനിക്കോ നിങ്ങൾക്കോ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ സഭ വിട്ടു പോകുന്നത് കർത്താവ് ഒരിക്കലും അതിനെക്കുറിച്ച് ആകുലപ്പെടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് അടിസ്ഥാനമാണ്, ഇതത്രയും ഫണ്ടമെൻ്റൽ ടീച്ചിങ് ആണ്. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാത്ത നമുക്ക് ക്രിസ്തുവായിട്ട് മാറാൻ പറ്റില്ല. അത് ഞാനതിനെക്കുറിച്ച് പിന്നീട് മറ്റൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട്, കർത്താവ് ഇത്രയും നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന ക്രിസ്തു അത്രയും വില കൊടുത്ത് ഗൗരവമായി കണ്ട ഒരു കാര്യമാണ്. അവൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കണമെന്നുള്ളത് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട എന്ന അർത്ഥത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യമല്ല. ഇത് അത്രയും ഇറ്റ്സ് സോ ഫണ്ടമെൻ്റൽ, പിവറ്റൽ, സോ ക്ലോസ് ടു ഹിസ് ഹാർട്ട് ആൻഡ് ഹി ഈസ് നോട്ട് റെഡി ടു ഡൈല്യൂട്ട് എനി ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് ദി യൂക്കരിസ്റ്റ്. അതുകൊണ്ട് അത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം. നമുക്ക് വളരെ ശക്തമായ ഒരു ദൈവാനുഭവം വിശുദ്ധ കുർബാനയിലൂടെ ഉണ്ടാകുന്നതിന് അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ക്രിസ്തു എത്രമാത്രം തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് തരാൻ ആഗ്രഹിച്ചു എന്ന ഒരു വലിയ ഭാവം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു ആഴമായ അനുതാപം ഉണ്ടാവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, നമ്മൾ നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങണം. നമുക്കിനി ഏകദേശം ഒരു 15 ദിവസമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് ഇനിയൊരു 5 ദിവസങ്ങൾക്ക് ഉള്ളിൽ അവസാനത്തെ 10 ദിവസത്തിന് മുമ്പ് നല്ല ഒരു കുമ്പസാരം നടത്തി ആ ലാസ്റ്റ് 10 days വലിയൊരു കൃപയിലും വിശുദ്ധിയിലും പ്രാർത്ഥന പൂർത്തിയാക്കാൻ ഉള്ള ഒരുക്കങ്ങൾ നടത്തണം. ഇനി ഒരു 5 ദിവസങ്ങൾക്കുള്ളിൽ ഒരു പൂർണ്ണ കുമ്പസാരം നടത്താൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് ആ വിശുദ്ധ കുർബാനയുടെ വില മനസ്സിലാക്കാൻ ഉള്ള ഒരു കൃപ കിട്ടുന്നതിനാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ഇന്നത്തെ ഒരു ടാസ്ക്കായിട്ട് നിർദ്ദേശിക്കുന്നത്, ഒരു കുരിശിൻ്റെ വഴി ചൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് ചൊല്ലുന്നത് നല്ലതാണ്. ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അല്പസമയം നമുക്കൊന്ന് ആ ദിവ്യകാരുണ്യത്തിൻ്റെ വില ധ്യാനിക്കാൻ, ഈശോയുടെ സഹനങ്ങളെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ആ ലാഘവ ബുദ്ധി നമുക്കുണ്ടാവാതിരിക്കാൻ, ആ പാപം നമ്മളിന്ന് മാറാൻ അത് സഹായിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ഞാനൊരു പ്രാർത്ഥന പറഞ്ഞു തരാം. ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഈശോയെ, നീ കാണുന്നത് പോലെ നിൻ്റെ ശരീരത്തെ കാണാൻ എൻ്റെ ആന്തരിക കണ്ണുകൾ തുറന്നു തരണമേ. യേശുവെ, നീ കാണുന്നത് പോലെ എൻ്റെ ശരീരത്തെ കാണാൻ
എൻ്റെ ആന്തരിക കണ്ണുകൾ തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഒരു ദിവസം കൂടി അങ്ങയുടെ മുമ്പാകെ വരാൻ അങ്ങ് തന്ന കൃപാവരങ്ങൾക്ക് കർത്താവേ നന്ദി പറയുന്നു. ഒരുപാട് സ്നേഹമാണ് കുർബാനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് തരുന്നതെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ ഈ ദിവസങ്ങളിലെല്ലാം അങ്ങ് സഹായിച്ചല്ലോ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആശ്രയിക്കുന്നു. നല്ല കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം പരിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കാനുള്ള കർത്താവ് അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു എന്ന തിരിച്ചറിവ് കൊടുത്ത് സഹായിക്കണമേ. കർത്താവായ ദൈവമേ, കുർബാനയിൽ നിന്ന് അകന്നുപോയ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആരാധന നഷ്ടപ്പെട്ടു പോയ, കുർബാനയെ സ്നേഹിക്കാൻ കഴിയാതെ പോയ, കുർബാന വിരസമായി പോയ, ഏതെങ്കിലും കാരണങ്ങളാൽ ദേവാലയത്തിൽ നിന്ന് അകന്നുപോയ മക്കളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. ദൈവമേ, ആരുടെയെങ്കിലും മുറിപ്പെടുത്തുന്ന വാക്കുകളോ കർത്താവെ പക്വതയില്ലാത്ത സമീപനങ്ങളോ മൂലം സഭയിൽ നിന്ന് അകന്നുപോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസസംബന്ധമായ വിഷയങ്ങൾ മനസ്സിലാകാത്തതിനാൽ സഭയെ വിട്ടുപോയ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, അവിശ്വാസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരം ആവശ്യമുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കർത്താവെ ഇന്ന് അങ്ങയുടെ ആശീർവാദം ഞങ്ങൾ യാചിക്കുന്നു. നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ ഒഴുകി ഇറങ്ങാൻ നമ്മുടെ കുടുംബങ്ങളിൽ ആർക്കെല്ലാം അത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നോ അവരെല്ലാം കർത്താവിന് സമർപ്പിച്ച് നമുക്ക് ആശീർവാദം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ ഓരോ ആത്മാവിനെയും തേടി ഈ ഭൂമിയിലേക്കെത്തിയ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, കർത്താവിൽ നിന്ന് അകന്നു കഴിയുന്ന സകല വ്യക്തികളിലേക്കും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി കടന്നു ചെന്ന് അവരെ സ്പർശിക്കാൻ കൃപ ഒഴുക്കിത്തരട്ടെ. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് 4 ദിക്കുകളിലേക്കും കർത്താവിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ശക്തിയും ഒഴുകിയിറങ്ങി നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാനും, ഈശോയിൽ നിന്ന് അകന്നുപോയവർ മടങ്ങി വരാനും, വിശ്വാസം നഷ്ടപ്പെട്ടവർ വിശ്വാസം തിരിച്ചു കിട്ടാനും, അവിശ്വാസത്തിലേക്ക് പോയവർ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കാനും ഇടയാവട്ടെ. വലിയ മാനസാന്തരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത പ്രവൃത്തികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. യേശുവിൻ്റെ ശരീരത്തിൻ്റെ അനന്ത യോഗ്യതകളാൽ തന്നെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.